സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗാങ്സ്റ്റർ വികാസ് ആയിട്ടല്ല. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കാർ ഫോർ സെയിലായിട്ടാണ്. കാർ സെയിലർ ഡീലർഷിപ്പ് അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആപ്പ് സ്റ്റോറിൽ എഴുതിയിട്ടുള്ള കാർ ഫോർ സെയിൽ സിമുലേറ്റർ എന്നാണ്. നമുക്ക് ന്യൂ ഗെയിം തന്നെ കൊടുക്കാം. ന്യൂ ഗെയിം GTR സൂപ്ര മാർക്ക് 5. ഇത് BMW ആണോ ബെൻസാണോ? Welcome to car dealership. ഓക്കെ, ശരി. എന്താ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? ഇതെടുക്കണോ? ഇങ്ങനെ പെറുക്കിയാവണം നമ്മൾ. അതായത് കാറിന് ഡീലർഷിപ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതൊക്കെ പെറുക്കലാണോ എൻ്റെ പണി? ഒരു സംശയം. അല്ല, ഈ കട വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കടൻ്റെ ഓണർ എനിക്ക് കുറച്ച് പണി തരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. തിന്ന പിസ്സൻ്റെ കവറും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ലെങ്ത്തും കൂടി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും കഷ്ടപ്പാടായി. ഞാൻ പിന്നെയും വീഡിയോ എടുക്കുകയാണ്. ഞാൻ പിന്നെ ഒന്ന് ഓഫ് ക്യാമറയിൽ കളിച്ച് നോക്കി. അങ്ങനെ ഇതൊന്നല്ല എനിക്ക് വാങ്ങാൻ പറ്റുന്ന കാറ്. ഇവിടെ കിട്ടൂല. എനിക്ക് വാങ്ങാൻ പറ്റുന്ന കാറ് ഇതിൻ്റെ ബാക്കിൽ പോയാൽ കിട്ടും. ഇവിടെ അല്ലേ, ഇവിടെ അല്ല, ഇങ്ങനെ പോയാൽ കിട്ടും. ഇവിടെ ഒരു ഹോണ്ട വിസിക്ക് ഉണ്ടാവും. സിവിക്കാണ്, പക്ഷേ ഇതിൽ നെയിം കൊടുത്തിരിക്കുന്ന ഹോണ്ട വിസിക്ക്. എവിടെ? അവിടെ തന്നെ ഉണ്ട് ഹോണ്ട വിസിക്ക്. ദ ഹോണ്ട വിസിക്ക് ഫസ്റ്റത്തെ ഭാഗത്ത് തന്നെ. ഞാൻ ഇവിടെയാണ് ഇറങ്ങി വന്നത്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകണതിൻ്റെ ഓരോ അങ്ങനെ പോയിട്ട് ചുറ്റി അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. അങ്ങോട്ട് മാറി നിൽക്ക്. കേപ്രാ, ഇയാളുടെ ഉള്ളിൽ കൂടെയൊക്കെ ഞാൻ പോണു. കാലക്കുള്ളിൽ. കാറ് നല്ലതാണോ? അല്ല, കാറ് നല്ലതിനായിരിക്കും. കാരണം ഞാൻ ഇത് എത്ര പ്രാവശ്യം നോക്കിയിട്ടില്ല. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്രയൊന്നും വില ഇല്ലല്ലോ സാധാരണ. ഓക്കെ, അങ്ങനെ ഈ കാറിൽ കയറാം. സ്റ്റാർട്ടാണ്, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ആക്കണം. ഒരു കുറുക്കുവഴിയുണ്ട്. ഈ റോട്ടിൽ കൂടെ ഒന്നും ഇങ്ങനെ കയറി കൊടുത്താൽ മതി. ഇങ്ങനെ പോവാ. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് ഇറങ്ങും. അയ്യോ, പണി കിട്ടിയ? ഇല്ല. ഡാമേജ് ആയിട്ടുണ്ടാവുമോ? ഇല്ല. ഇനി നമ്മൾ ഇവിടെ വരുന്നു. ഈ അപ്ഗ്രേഡ്സ് പോയിട്ട് ഇത് വാങ്ങാം. അതാവുമ്പോൾ നമുക്ക് കാറ് നേരെ അവിടെ നിന്ന് കൂടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ബസ് വഴി വരാം. ഇതാ ഹോണ്ട വിസിക്ക് നെയിം വേണ്ട. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് ലാഭം ഇത് പോസ്റ്റായിട്ടാണ്. ലാഭം വേണ്ടേ? അതുകൊണ്ട് ഞാൻ വാങ്ങിയത് 3011. ആരാ വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, കേൾക്കുമെന്ന് അറിയില്ല. കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. 3014 അത്ര മതി ഡോളേഴ്സ്. കറക്റ്റ്. ഇനി പോസ്റ്റ് ടൈറ്റിൽ നമുക്ക് വിസിക്ക് വിസിക്ക്. ഓക്കെ, വിസിക്ക്. നമ്മൾ വിസിക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്. വിസിവ് എന്നാണ് അല്ലേ, ഞാൻ വിസിക്ക് എന്ന് ഇട്ടത്. വിസിവ്
അങ്ങനെ ആരെങ്കിലും വന്നോ നിർത്തുന്നത് ബാക്ക് അടിക്കാൻ പറ്റാതെ. ആ ഇഷ്ടംപോലെ ആൾക്കാർ വന്നല്ലോ ഇപ്പം തന്നെ. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം. വിൽക്കുക ഫസ്റ്റ്. ഇതങ്ങോട്ട് സെല് ചെയ്യാം. ഉറങ്ങാൻ സമയമായി. അതിന് നമ്മൾ ഇവിടേക്ക് വരിക, എന്നിട്ട് ട്രാവൽ കൊടുക്കുക, എന്നിട്ട് ഇവിടെ പോവുക, എന്നിട്ട് നമുക്ക് ഡോറ് തുറക്കണം. ഇതെന്താ വരാത്ത? ഓടിപ്പോവുക. രാത്രിയായി, ഇല്ലെങ്കിൽ കോക്കാച്ചി പിടിക്കും. കോക്കാച്ചി പിടിച്ചാൽ നമ്മൾ ചാവും. 4 ഡോളർ. नेक्स्ट डे जंगली रमी के आरपीए टूर्नामेंट में इन्होंने 1.5 करोड़ रुपए जीता है. मैंने 1.5 करोड़ रुपए जीता है. ഈ അമ്മച്ചിമാർക്ക് നോക്കിയ ഫോൺ പോലും ഉണ്ടാവില്ല. എന്നിട്ടാണ് ജിങ്കിളി റേറ്റോ പിന്നെ നോട്ടിനാവും. എപ്പോഴും വരുമ്പോൾ നോട്ടിനാവും എന്ന് അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി. നമ്മളൊന്നും ഒന്നിനും റേറ്റ് ചെയ്യില്ല. നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് പോയാൽ മതി. എന്നിട്ട് നമ്മൾ ഹോണ്ട വിസിവ് വാങ്ങാം. ഒന്നും കൂടി എവിടെ വിസിവ് ഇനി അപ്പുറത്താണ് ഉണ്ടാവുക. ഇനി ഇങ്ങനെ വന്നാൽ ഇവിടേക്കും ഉണ്ടാവുക. മിക്കവാറും ഇവിടേക്കും ഉണ്ടാവുക. ഉണ്ടോ വിസിവ് ഉണ്ടോ? ഇവിടെ വിസിവ് ഉണ്ടോ? ഇവിടെ ഇല്ലെങ്കിൽ അപ്പോൾ ഫസ്റ്റ് സ്ഥലത്ത് തന്നെ. ഇതെന്താ ഞാൻ ഓടുമ്പോൾ ബൈക്കിൻ്റെയും കാറിൻ്റെ ഒക്കെ സൗണ്ട് വരും. നമ്മൾ സൗണ്ട് ഉണ്ടാക്കും. അയ്യോ, ഇവിടെ ഒന്നും എനിക്ക് വേണ്ട കാറേ ഇല്ല. ഇതൊന്നും 4000-നൊന്നും വാങ്ങാൻ പറ്റില്ല. എന്താ അതിനൊക്കെ ഭയങ്കര വിലയാണ്. വിഷുവിന് മാത്രമേ വില കുറഞ്ഞ് കിട്ടുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ വിഷുവും കിട്ടൂല. അതൊന്നും വിഷു ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഗെയിം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യുക. പണിവാളിയാ. ഇവിടുന്ന് വേറെ വണ്ടികളില്ലേ? അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. പണി വാളാൻ സാധ്യത ഇല്ല. ഇങ്ങനെ വന്നാലും പണി വാളൂല. ഈ മരം നമ്മൾ എന്നെ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. മരത്തിൻ്റെ ഇല്യൂഷന്. അങ്ങനെ പോയി നോക്കാം. ഇനിയും കിട്ടിയില്ലെങ്കിൽ പണിവാളി എന്ന് പറയേണ്ടി വരും. അയ്യോ, എനിക്ക് പണി കിട്ടി. അതോ ഇനി ഇങ്ങനത്തെ കാറുകൾ നോക്കണോ? എന്തൊരു വില. ഇവിടെ ഒന്നും എനിക്ക് പറ്റുന്ന കാറില്ല. അപ്പം നെയ്ബർ ഗെയിം റീസ്റ്റാർട്ടൊന്നും ചെയ്യണ്ട. ഇവിടെ മാത്രമല്ലല്ലോ കാറ് വെക്കുക. ഇങ്ങനെ ഓടിപ്പോവാം. കുചു 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 കുചു. തീവണ്ടി അതല്ലേ ഞാൻ പറഞ്ഞ ഹോണ്ട വിസിവ്. ഇതാ ഇരിക്കുന്നു. നമ്മൾ ഇയാൾ തന്നെയാണ്. പിന്നെയും എത്ര അറിഞ്ഞില്ലേ? $2586 ഉള്ളൂ. ഓക്കെ, जंगली रमी के आरपीए टूर्नामेंट में इन्होंने 1.5 करोड़ रुपए जीता है. मैंने 1.5 करोड़ रुपए जीता है. നിങ്ങൾക്ക് അതിനൊരു ഫോണുണ്ടോ കളിക്കാൻ? കാറിൽ എൻ്റർ ചെയ്യേണ്ട, പകരം കാറിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക. ഇതമർത്തുക. എന്നിട്ട് ഇങ്ങനെ പോവുക. ബസ് സ്റ്റാൻഡിൽ കയറുക. എന്നിട്ട് നമ്മൾ ഓഫീസിലോട്ട് പോവുക. എന്നിട്ട് അതെന്ത് മനസ്സിലായി?
എൻ്റെ കാർ ഇവിടെയാണ്. എന്നിട്ട് കാറിൽ കയറി സ്റ്റോപ്പ് കൊടുക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. എന്നിട്ട് ഇങ്ങനെ ബാക്ക് എടുക്കുക. വണ്ടിക്ക് ഭയങ്കര സൗണ്ട് ഉണ്ടാവും, പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും കേൾക്കില്ല. ചിലപ്പോൾ അന്ന് കളിച്ചപ്പോഴൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഇതെന്താ സൗണ്ടൊന്നും കേൾക്കൂലേ? ഞാൻ ഫുള്ളും കുറച്ച് ഇല്ലേ, കേൾക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അയ്യോ, ഇങ്ങനെ ഇട്ടാൽ പണി കിട്ടും. അതുകൊണ്ട് ഒന്നുകൂടി കയറിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ഫ്രണ്ട് എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇറങ്ങാം. ഈ വേസ്റ്റൊക്കെ പറക്കട്ടെ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 2 വേസ്റ്റ് ബാസ്ക്കറ്റ് വേണമായിരുന്നു. ഒന്നുകൂടി അങ്ങനെയാണെങ്കിൽ സിമ്പിളായിരുന്നു. ഇവിടുത്തെ ആവുന്നില്ല. ആ ഭാഗത്തിലത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടാം. ഈ ഭാഗത്ത് ഇവിടുത്തെ കയ്യിലിടാം. ഇവിടെ എറിഞ്ഞു കൊടുത്താൽ മതി. XP ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് പോയിട്ട് അങ്ങോട്ട് എടുക്കുക. ഇപ്പം ശരിയായില്ലേ? അങ്ങനെ കൊടുത്താൽ കാർ കഴുകാണ്ടാവും. ഇല്ല, ഇനി ഇങ്ങനെ വന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഫണ്ട് ആൻഡ് കാർഡ്സ്, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. തമിഴിലെ അങ്ങനെ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എടുത്തു കഴിഞ്ഞു. അത് ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ SOS കോളിലോട്ടൊക്കെ പോയി. അപ്പം ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോയി, അങ്ങനെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ കാറിനെ എന്ത് ചെയ്യണം? ഇവിടെ ഈ സൈഡിൽ നിന്ന് കയറാൻ പറ്റില്ല. കുറച്ച് കാര്യം ചെയ്യണം എനിക്ക്. കാറ് സ്റ്റോപ്പാക്കുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. എന്നിട്ട് വൂം 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 എന്ന് പറഞ്ഞെടുക്കുക. നെയ്റ്റർ എടുക്കുക. എന്നിട്ടിങ്ങനെ കൊണ്ടുപോവുക. അയ്യോ, ഡാമേജ്, ഇയാളിനടിച്ചപ്പോൾ ഡാമേജൊക്കെ ആയി. ഇങ്ങനെ ആക്കി ഇറങ്ങുക. എന്നിട്ട് ഇങ്ങനെ നിർത്തി എങ്ങനെ പോയി ചെയ്യാൻ കഴിയുക? ഇവിടെ ബാക്ക് അതൊക്കെ മോഡിഫൈ ചെയ്യണേ. എനിക്ക് കാറിൻ്റെ കളറ് മാത്രം മാറ്റിയാൽ മതി. കാറ് സ്റ്റോപ്പായിരുന്നില്ലേ, സ്റ്റാർട്ടായിരുന്നു കാറേ. ഓക്കെ, ഇറങ്ങാം. ഇയാളുടെ അടുത്ത് പോയിട്ട് പറയാം. എന്നിട്ട് നമുക്ക് ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കണം. അപ്പം ഞാൻ വൈറ്റിൽ നിന്ന് എനിക്ക് മാറ്റണം. ഇതിൽ ബ്ലൂ ഇല്ലേ? ഇങ്ങനത്തെ ബ്ലൂ ആണോ? ഇതൊക്കെ കൂട്ടുക, എന്നിട്ട് ഇതിൽ പോവുക. ഹായ്, ഇങ്ങനെ ഓക്കെ, സെറ്റ്. ജംജി. അവിടെ ഇങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഇത് കളറടിച്ചു. ഇനി ഇത് ഭയങ്കര വിലക്കേടാണ്. ബ്ലൂ കളർ അടിക്കാൻ നോക്കി ഞാൻ. ലല്ലോ ഹായ്,
ഇനി വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് ബാക്ക് എടുക്കാം. വെറുതെ ഈ സ്റ്റാർട്ടിനും സ്റ്റോപ്പിനെയും കുറിച്ച് പറയണ്ട. ഇടിച്ച് അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയാൽ മതി. നമുക്കതൊന്നും കാര്യമേ അല്ല. അയ്യോ ഇതൊന്ന് സൗണ്ട് കൂട്ടട്ടെ. ഓക്കെ, ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ പോയിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്നു, എന്നിട്ട് ഇറങ്ങുന്നു. എന്നൊക്കെ സമ്മതിക്കണം. എത്ര ഡിസ്റ്റൻസിലാണ് ഞാൻ ചെയ്തിരിക്കണത് നോക്ക്. ഒരു നുള്ളു ഡിസ്റ്റൻസേ ഉള്ളൂ. അയ്യോ, ഇനി ഇത് ഇടട്ടെ. നമുക്കൊരു 2508, അയ്യോ കൂടിപ്പോവും. നമുക്കൊരു 4230. ഓക്കെ, പൊട്ടിട്ട് ഞാനെങ്കിലും വരുമോന്നാവാം. കട ഓപ്പൺ അല്ല, ക്ലോസിലിട്ടിരിക്കുക. എന്നിട്ട് ആൾക്കാർ വരുമോ? ഇല്ല, നമുക്ക് ഓപ്പൺ ഇല്ലടാ. ഇനി ആൾക്കാർ വരുമോ? ആരെങ്കിലും വരുമോ? ഇതെന്ത് രാത്രിയായോ? വെറുതെയാണ് ആൾക്കാർ വരാതിരിക്കുക. നമുക്ക് പോയിട്ട് ഇവിടെ പോയിട്ട് ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങുമ്പോഴത്തേനും രാവിലെ അതാ കള്ളം കയറിയായാലും ഇപ്പം എന്താ, ഒരു ഇരുമ്പിൻ്റെ കട്ടിൽ ഇത്തിരി സാധനങ്ങൾ ഇതിന് മാത്രമേ ഉള്ളൂ. കള്ളൻ്റെ വീട്ടിൽ പോലും കാട്ടിലും ഉണ്ടാവും നല്ല സാധനങ്ങൾ. ഇപ്പോൾ ഒരു ജംഗ്ലി ചമ്മി ചാ ചിക്കൻ ചാ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് വീടടുത്ത് എന്നിട്ട് നമ്മൾ കുടു എന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളുടെ ഓഫീസ്. ഓക്കെ, ആരാന്നോ ഇവിടേക്ക് ഇങ്ങനത്തെ വേസ്റ്റൊക്കെ വലിച്ചെറിയുന്നത്. ഓക്കെ, എന്നുണ്ട് അടുത്തു അയൺമേനാണിത്. ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ ചേച്ചിനെ കണ്ടറിയാം. ചേച്ചി ഫുൾ വിലയ്ക്ക് വാങ്ങുന്നു. ഓക്കെ, ഇനി ഇവിടെ വരിക. ഞാൻ പറഞ്ഞില്ല, ഫുൾ വിലയ്ക്കും വാങ്ങും ചേച്ചി. ഇതിൻ്റെ പരസ്യമാണ്. സൗണ്ട് ഓഫ് ആക്കിയിട്ടെ, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. കോപ്പിറൈറ്റ് കിട്ടുന്നല്ല, അതെങ്ങനെ കിട്ടുകയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒന്നും കേൾക്കില്ല ഇതിൻ്റെ സൗണ്ട്. അതാണ് ഞാൻ സൗണ്ട് മ്യൂട്ടാക്കി വെച്ചത് ഇതിൻ്റെ. കേട്ടെ GTA 5 എടുത്തിട്ടിട്ട് ഞാൻ GTA 5 കളിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട കേട്ടാ. അയ്യോ, ചേച്ചി പോവണോ? പോട്ടെ. ഇനി ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് കാട്ടണം? ഇനി നമുക്ക് പോയിട്ട് കാർ വാങ്ങണം. നമ്മൾ പോകുന്നത് നെയ്ബർ ബ്യൂട്ടിലോട്ടല്ല, ഇതല്ലേ നെയ്ബർ ഞാൻ പറഞ്ഞത് കറക്റ്റല്ല. നമ്മളിന്ന് പോകുന്നത് കാർ മാർക്കറ്റിലോട്ടാണ്. എത്തി, ഇതാണ് കാർ മാർക്കറ്റ്. ഇങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെയും ഒന്ന് വന്നു രണ്ടാമത്തെ ദിവസം ഒരു കാറൊക്കെ വിറ്റിട്ട് അപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കാറൊക്കെ വിറ്റു, 2 പ്രാവശ്യം കാറ് വിറ്റു, എന്നിട്ടും ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോകണം. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം?
കൊണ്ട് പോകണം. എന്നിട്ട് ഒന്നും കൂടി ഇതിൽ കയറിയിട്ട് കാർ മാർക്കറ്റിലോട്ട് പോകണം. മറ്റെങ്കിലും വന്നാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ പൈസ വെറുതെ പോയി. എനിക്ക് വരില്ല. ഇനി നമുക്ക് പോവാം. എനിക്ക് തൃപ്തിയായി. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്ത് കാട്ടും? ഇവിടുന്ന് വല്ല കാറും വാങ്ങാം. 5000 എല്ലാം കിട്ടുമോ അറിയില്ല. ഈ കാർ നോക്കാം അല്ലേ? ഇത് ബെൻസിൻ്റെ. ഇതിനൊക്കെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പോകണം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടേക്ക് വരിക. എന്നിട്ട് ഇങ്ങനെ നോക്കുക. 10,000 ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ഇങ്ങനെ കയറിയിട്ട് ഓഫീസിലോട്ട് പോവാം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എത്തി. ഇനി നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ എന്തപ്പോൾ നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, അപ്പം ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റാണ് പറയുന്നത്.